നിങ്ങൾ ഒരു ദിവസം എത്ര ടീസ്പൂൺ പഞ്ചസാര ഉപയോഗിക്കും? പുരുഷന്മാരാണെങ്കിൽ 9 ടീസ്പൂണിലധികം ഉപയോഗിക്കരുത്, 36 ഗ്രാംസ്, 150 കലോറീസ്. സ്ത്രീകളാണെങ്കിൽ 6 ടീസ്പൂണിലധികം ഉപയോഗിക്കരുത്, 25 ഗ്രാംസ്, 100 കലോറി. ഇങ്ങനെയാണോ നമ്മൾ ഓരോരുത്തർ ഉപയോഗിക്കുന്നത്? ഒരു ദിവസം എത്ര ചായ കുടിക്കും? ഒരു ഗ്ലാസ് ചായയിൽ എത്ര ടീസ്പൂൺ പഞ്ചസാര? ഒന്ന് ചിന്തിച്ചു നോക്കൂ. പോരാത്തതിന് മധുരപലഹാരങ്ങളായിട്ടും ജ്യൂസുകളായിട്ടും അങ്ങനെ. ഇത് നമ്മുടെ ഓർമ്മശക്തിയെ സാരമായി ബാധിക്കുന്നു എന്നാലോചിച്ചാലോ? ഒരു ചെറിയ ഞെട്ടലുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മളിലൊക്കെ ഓർമ്മശക്തി, മെമ്മറി പവർ വളരെയധികം കുറഞ്ഞു വരികയാണ്. പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയില്ല, വെച്ച സാധനങ്ങൾ എവിടെയെന്ന് അറിയില്ല, പലതും മറന്നു പോകുന്നു അല്ലേ? വല്ലാതെ കൂടിയിട്ടുണ്ട്. അതും പ്രായാധിക്യം കൊണ്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടുള്ള മെമ്മറി, ഓർമ്മശക്തി കുറയുന്നത് സ്വാഭാവികമാണ്. എന്നാൽ 30കളിൽ അത് സ്വാഭാവികമല്ല, 20കളിൽ. അപ്പോൾ നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു, ഈ പഞ്ചസാരയുടെ ഉപയോഗം എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്നത്? ഒന്നാമതായിട്ട് നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റി, അതായത് പഠിക്കാനുള്ള കഴിവ്, ഒരു കാര്യം ഗ്രഹിക്കാനുള്ള കഴിവ്, ഒരു കാര്യത്തെ മനസ്സിലാക്കി അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനുള്ള കഴിവ്, ഇവയൊക്കെ സഹായിക്കുന്ന ന്യൂറോൺസിനെ, അവരുടെ ഗുണങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നു. പിന്നെയോ നമ്മുടെ ഇമോഷണൽ ഇംബാലൻസ്. നമുക്കിപ്പോൾ ഇമോഷണൽ ബാലൻസ് ഇല്ല അല്ലേ? നമ്മൾ എപ്പോൾ എങ്ങനെ എന്ത് പ്രതികരിക്കും, എങ്ങനെ സംസാരിക്കും, എങ്ങനെ നമ്മുടെ മൂഡ് മാറും എന്ന് നമുക്ക് തന്നെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനെയും നമ്മുടെ പഞ്ചസാര ഒരു വില്ലനായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാലോ? പ്രായം കൊണ്ട് അൾഷിമേഴ്സ് വരാം, ഡിമൻഷ്യ വരാം, അങ്ങനെ തലച്ചോറിനെ ന്യൂറോ ഡീജനറേറ്റീവ് ആയിട്ടുള്ള കുറച്ച് അസുഖങ്ങളൊക്കെ വന്ന് ഓർമ്മക്കുറവ് വരാം. പക്ഷേ അമിതമായിട്ടുള്ള പഞ്ചസാരയുടെ ഉപയോഗം കൊണ്ട്, ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്നത് കൊണ്ട് നമുക്ക് തലച്ചോറിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ വന്നിട്ടും ഓർമ്മക്കുറവുണ്ടാകുന്നു. അപ്പോൾ സൂക്ഷിക്കുക, പഞ്ചസാരയുടെ ഉപയോഗം ഒന്ന് കൺട്രോൾ ചെയ്യുക. നമ്മളെങ്ങനെയാണോ ഉപയോഗിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. പിന്നെ പഞ്ചസാര മാത്രമൊന്നുമല്ല ഓർമ്മക്കുറവിന് കാരണമാവുന്നത്. വേറെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് അല്ലാതിരിക്കുമ്പോൾ, ശരിയായ രീതിയിലുള്ള വെജിറ്റബിൾസ്, പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊന്നും, ഫ്രൂട്ട്സ്, അങ്ങനെ നമുക്ക് വേണ്ട വിറ്റാമിൻസ്, മിനറൽസ് ഒന്നും കിട്ടാണ്ടിരിക്കുമ്പോഴും അതിനെ ബാധിക്കാം. പിന്നെ ശരിയായ ഉറക്കമില്ലാത്തത്, പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ഇല്ലാത്തത്, അതിനെല്ലാം ഉപരി മെൻ്റലി ആക്റ്റീവ് അല്ലാത്തത്. അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കണു, നമ്മൾ പല്ല് തേക്കണു, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷെ അതിലേക്ക് ബ്രെയിനിനെ ഉപയോഗപ്പെടുത്തുകയോ അല്ലെങ്കിൽ പുതിയ പുതിയ എന്തെങ്കിലും സ്കില്ല് പഠിക്കുകയോ പുതിയ കാര്യങ്ങൾ പഠിക്കുകയോ പുതിയ ഒരു മേഖലയിലേക്ക് വരികയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാനാണ് ഇഷ്ടം, നമ്മൾ ഇരിക്കുന്നിടത്ത് ഇരിക്കുന്ന രീതിയിൽ അങ്ങനെ തന്നെ പോകാനാണ് ഇഷ്ടം. ഒരു മാറ്റം വരുന്നത് ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമാവണം. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ പുതിയ രീതികളിലേക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക, പുതിയ വായനശീലമാക്കുക, പുതിയ രീതികളിലേക്ക് നമ്മൾ മാറ്റുക. നമ്മുടെ മൊത്തത്തിൽ നമ്മളെ തന്നെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ മെൻ്റലി ആക്റ്റീവായിട്ട് എപ്പോഴും നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും, നമ്മുടെ കരിയറിൽ ഇൻക്രീസ് ഉണ്ടാവും, നമ്മുടെ വീട്ടിലുള്ള സന്തോഷത്തിൽ കൂടുതലുണ്ടാകും. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്താൻ പറ്റും. ഒരു ചെറിയ ചേഞ്ച്, ഒരു കുഞ്ഞു മാറ്റം നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റാം വരുത്തിയേക്കാം. അതുകൊണ്ട് തന്നെ അത് ശ്രമിക്കുക കേട്ടോ. താങ്ക് യു. പിന്നെ പഞ്ചസാര ബ്രെയിനിനെ മാത്രമല്ല തകരാറിലാക്കുന്നത്, വേറെയും അവയവങ്ങളെയൊക്കെ താറുമാറാക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.